എന്റെ മോൾ പാവമാണ്. ഷീസ് വെരി സെൻസിറ്റീവ്. എന്തെങ്കിലും കേട്ടാൽ കരയാനല്ലാതെ അവൾക്കൊന്നും അറിയില്ല. സാധാരണയായി കോളേജ് കാമ്പസിലെ പ്രേമത്തിന് ഡിഗ്രി കോഴ്സിന് നീളമേ ഉണ്ടാകാറുള്ളൂ. ശ്രീദേവിയും രവിയും തമ്മിലുള്ള ബന്ധം അങ്ങനെ ആകരുതെന്നാണ് എന്റെ ആഗ്രഹം. ശ്രീദേവിയെ എനിക്കിഷ്ടമാണ്. ശ്രീദേവിക്കും. രവിയുടെ വീട്ടിൽ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം അറിയാമോ? അറിയില്ല. ഞാൻ വീട്ടിൽ പറയാനിരിക്കായിരുന്നു. ഡാഡിയോട് പറയാന്ന് വെച്ചാൽ. സാരമില്ല, ആ ജോലി എനിക്ക് വിട്ടുതരണം. വരട്ടെ. വിജയലക്ഷ്മിയുടെ ആത്മഹത്യ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ സർക്കുലേഷൻ താഴെ പോയാൽ 1,00,000 കോപ്പിയാ കയറിയിരിക്കുന്നത്. 1 lakh. ആ വിജയലക്ഷ്മിയുടെ 3-4 ലക്കം ഒരുമിച്ച് എഴുതി തരാൻ പറയും. 1 ലക്കവും മുടങ്ങരുത്. ഹലോ മിസ് നായർ, എന്താ ഒറ്റയ്ക്ക്? വെറുതെ കാറ്റുകൊള്ളാൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നു. പിന്നെ മോൻ ഉദ്യോഗം വലുതായോ? ഗൾഫിലൊരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഓഹോ. പിന്നെ നിങ്ങളുടെ മിസ്സസിന്റെ ആത്മകഥ ഞാൻ തുടർച്ചയായി വായിക്കാറുണ്ട്. നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള അന്തസ്സുള്ള കുടുംബക്കാർക്ക് പറ്റിയതല്ല ഇതൊക്കെ. പത്രത്തിന്റെ ലീഡർഷിപ്പിന് വേണ്ടി സ്വന്തം ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ഡാം ചീപ്പ്. ഞാൻ തുറന്നു പറയുന്നതിൽ മിസ്റ്റർ നായർക്ക് വിഷമം തോന്നരുത്. മകൾക്കൊരു പ്രപ്പോസലൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു ഇഷ്യൂ ആവൂലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞു ചോദിക്കുന്നതല്ലേ. ആ ഹസ്ബൻഡ് ഒരു പെക്കൂലിയർ ടൈപ്പാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലെ എത്രയെത്ര പേരെ ഞാൻ കാണുന്നു. ആദ്യം അവൾക്ക് വലിയ മടിയായിരുന്നു, ആളുകൾ എന്ത് വിചാരിക്കുമെന്ന്. എന്ത് വിചാരിക്കാൻ? ഇതൊക്കെ വെറും ഇവാലുവേഷൻ അല്ലേ. പിന്നെ എന്റെ നിർബന്ധം കൊണ്ടാണ് എഴുതാൻ സമ്മതിച്ചത് തന്നെ. പിന്നെന്ത് നോക്കാൻ, നല്ല കാശും കിട്ടും. കാശ് കിട്ടുമോ? പിന്നെ എന്നാ പിന്നെ ആയിക്കോട്ടെ.